ഈ വർഷത്തെ 7ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഒരു കവിത പഠിക്കാനുണ്ട്, കാടാരത്. ഈ കവിത പ്രകാശൻ ചെന്തളം എന്ന് പറഞ്ഞ 32 വയസ്സുള്ളൊരു കവിയുടേതാണ്. ഈ കവിയുടെ ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം 9ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. 9ാം ക്ലാസ് കഴിഞ്ഞ് തൻ്റെ കൂട്ടുകാരൊക്കെ 10ാം ക്ലാസ്സിലേക്ക് പോയപ്പോൾ വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട് അപ്പൻ പ്രകാശനെ വിളിച്ചുകൊണ്ട് കമുകൻ തോട്ടത്തിലാണ് പോകുന്നത്, അടക്ക് പേർക്ക് ജീവിക്കാൻ. പിന്നീട് സ്കൂൾ കണ്ടിട്ടില്ല, പക്ഷെ കവിയായി. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ 3 കവിതാ സമാഹാരങ്ങളുണ്ട്. ഒന്ന് ഇംഗ്ലീഷിലേക്ക്, മറ്റൊന്ന് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാടൻ പാട്ടുകളുടെ കുറേ അധികം ആൽബം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം എഴുതിയ പാട്ടുകൾ എഴുതിയ സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകാശനോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ കവിത ഉള്ളിലേക്ക് കയറി? പ്രകാശൻ പറഞ്ഞു, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സാറ് ഓമനത്തിങ്കൾ കിടാവ് എന്നുള്ള പാട്ട് വളരെ മനോഹരമായിട്ട് പാടി. അന്ന് കയറിയതാണ് ഈ കവിതയോടുള്ള സ്നേഹം. ഇന്നിപ്പോൾ വലിയൊരു കവിയായി. ഈ 6ാം ക്ലാസ്സിൽ ആ പാട്ട് പാടിയ സാർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല താൻ ചൊല്ലിയ കവിത അത് മുളച്ചു പൊങ്ങി പ്രകാശൻ എന്ന വലിയ കവിയായിട്ട് മാറുമെന്ന്. ഇതാണ് മിറക്കിൾ എന്ന് പറയുന്നത്. വിധക്കാരനറിയാതെ, മണ്ണറിയാതെ ചിലതിങ്ങനെ വളർന്നു പൊങ്ങി വരും. ഇത് ഗോസ്പൽ ഈശോ പറയുന്നു, നിങ്ങൾ നിലം നോക്കണ്ട, നിങ്ങൾ വിതക്കുക. എല്ലാ നിലങ്ങളിലും അങ്ങോട്ട് വിതയ്ക്കുക. അത് കഥകളാവാം, നമ്മുടെ ചില അനുഭവങ്ങളാവാം. പക്ഷെ അതൊക്കെ ചില ആൾക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ തണലായി വിരിഞ്ഞു നിൽക്കും. കീപ് സോയിങ്. ഗോഡ് ഈസ് ഗോയിങ് ടു വിൻ.